ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കല്യാണം കൂടാൻ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വേറെ ആരെ കല്യാണമല്ല, എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണം, അതായത് എൻ്റെ ഇളയമ്മയുടെ മോൻ്റെ കല്യാണം, ഞങ്ങളെ അനിയൻകുട്ടൻ്റെ കല്യാണം. ഇത്രയും പറഞ്ഞത് പോരെ ഗൈസ്, മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ യാത്ര അധികം ഇപ്പം ട്രെയിനിൽ തന്നെയാണ്. ലോങ് യാത്രയ്ക്ക് ഞാൻ ബസ് ഉപയോഗിക്കാറില്ല, കാരണം ബസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവ മോൾ നന്നായിട്ട് വാള് വെക്കും. ഞാനും അനിയത്തിയും കൂടി എൻ്റെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഓട്ടോന് കല്യാണ വീട്ടിലേക്ക് പോയതാണ്. കല്യാണ തലേദിവസമായിരിക്കില്ലേ കല്യാണ വീട്ടിൻ്റെ വൈബ്, അടിപൊളിയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റി. ഇവർക്കൊന്നും അറിയില്ല കേട്ടോ, ഞാൻ വീഡിയോ വെച്ച് കയ്യിൽ കൊണ്ട് നടക്കുന്ന അന്ന്. അങ്ങനെ അവിടെ നിന്ന് അവർ ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ ഇന്നത്തേക്കുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ആയിരുന്നു. ഇവ മോളും ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഞങ്ങളെക്കാളും മുന്നേ അവിടെ എത്തി, അമ്മേനെ ഒന്ന് വീഡിയോയിൽ കവർത്തണമല്ലോ. അത് കഴിഞ്ഞ് ഇത് എൻ്റെ അനിയത്തിയാണ്. അവൾക്ക് വീഡിയോയിൽ വരാൻ യാതൊരു താല്പര്യമില്ല. ഞാനും അവരൊന്നിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കൂടി, പക്ഷെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എനിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഉച്ചക്കത്തെ ഭക്ഷണം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇളയമ്മയുടെ സ്പെഷ്യൽ മാങ്ങക്കറി ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരാൾ എന്നെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെറുതായിട്ട് എടുക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ അവിടെ നിന്ന് ഭയങ്കര ഡാർക്ക് അടിക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ആൾ വീണ്ടും കാണിക്കാം. അപ്പം ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയാം, അടിപൊളിയാണ്. ഉച്ചക്കത്തെ ഭക്ഷണം സാമ്പാർ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലിവർ ഫ്രൈ ഉണ്ടായിരുന്നു. അടിപൊളി അടാറ് ഭക്ഷണമായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പെട്ടി പാക്ക് ചെയ്യൽ. ഇത് ഇളമയുടെ മോളാണ് കേട്ടോ, അതായത് കല്യാണച്ചക്കൻ്റെ പെങ്ങൾ, എൻ്റെ അനിയത്തിക്കുട്ടി. അപ്പോൾ പെട്ടി പാക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കല്യാണത്തിൻ്റെ അന്നാണ് പുടവ പോലെ കൊടുക്കേണ്ടത്, തലേ ദിവസം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. തലേ ദിവസം നമ്മളിതെല്ലാം പെട്ടിയെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. അതിൻ്റെ ആ ഒരുക്കങ്ങളാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ പിറ്റേ ദിവസം പെണ്ണിൻ്റെ സാരി തന്നെ, അതായത് അവർ വാങ്ങിയ സാരി ഉടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഈ പെട്ടി അങ്ങോട്ട് കൈമാറുക. അപ്പോൾ അതൊന്നും വിട്ടു പോകാതെ പാക്ക് ചെയ്യണമല്ലോ, പിന്നെ അവിടെ എത്തിയിട്ട് മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പെട്ടി സെറ്റാക്കുന്നതാണ്. ശരിക്കും ഇതെല്ലാം ഒരു വൈബാണ് കേട്ടോ. നമുക്ക് ഏറ്റവും അതാ ഞാൻ പറഞ്ഞത്, കല്യാണ തലേ ദിവസമാണ് നമ്മളെ കല്യാണ വീട്ടിൻ്റെ അരങ്ങ് കാണണമെങ്കിൽ എത്തേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ നൈറ്റ് വേറെ വീഡിയോ.